BJPക്ക് സംഘപരിവാറിന് നരേന്ദ്രമോദിക്ക് കടുത്ത ഭയം ബാധിച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യ എന്ന് കേൾക്കുമ്പോഴേ അവര് ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുകയാണ്, ഹൃദയമിടിപ്പ് കൂടുകയാണ്. 400 സീറ്റ് തികയ്ക്കണമെങ്കിൽ, 300 സീറ്റ് തികയ്ക്കണമെങ്കിൽ, എന്തിനേറെ 200 സീറ്റ് തികയ്ക്കണമെങ്കിൽ ഇന്ത്യയുടെ പകുതി ഭാഗം ദക്ഷിണേന്ത്യ അതുകൂടി അവരുടെ ഒപ്പം നിൽക്കേണ്ടതല്ലേ? പക്ഷെ കാര്യങ്ങളുടെ പോക്ക് നേരെ എതിർദിശയിലേക്കാണ്. ആയതുകൊണ്ട് തന്നെ സംഘപരിവാർ, BJP, മോഡിജി അവര് ഇലക്ഷൻ അടുക്കും തോറും കയറി ഇറങ്ങുകയാണ്. ദക്ഷിണേന്ത്യയിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ ഭയമാണ് അതിന് കാരണം. ഭയമാണ് കാരണം. ഭരണം നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം, ചെയ്തു വെച്ച ചെയ്തികൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഭയം. ഇതുവരെ ഇന്ത്യയിൽ കേൾവിയില്ലാത്തൊരു കാര്യമാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും കേൾവിയില്ലാത്ത കാര്യമാണ്. 2 മാസത്തിനിടയിൽ ചാറ് വരുന്നതിന് ഇപ്പൊ 4 or 5 തവണയായി കേരളത്തിലേക്ക് വരുന്നു. പണ്ടേക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇന്ദിരാഗാന്ധിയോടെ വരിക. പല പ്രധാനമന്ത്രിമാരും കേരളത്തെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് ലീഡർമാർ കിടന്ന് നടക്കുന്ന പോലെയാണ് കേരളത്തിൽ വന്ന് തേരാപാര നരേന്ദ്രമോദി. ആരെയാണ് നരേന്ദ്രമോദി ഭയക്കുന്നത്? എന്തിനെയാണ് നരേന്ദ്രമോദി ഭയക്കുന്നത്? ഭയക്കുന്നുണ്ട്, BJP ഭയക്കുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടില്, തെലങ്കാനയില്, കർണാടകത്തിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ ഒരു റോഡ് ഷോ നടത്താൻ വേണ്ടി അനുവാദം ചോദിച്ചു. സ്റ്റാലിൻ പറഞ്ഞു പറ്റില്ലെന്ന്. അവസാനം കോടതിയിൽ പോകേണ്ട വന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പൗരനാണല്ലോ, കോടതി സ്വാഭാവികമായിട്ട് നടത്തിക്കൊള്ളാൻ പറയും. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിലുപരി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് റോഡ് ഷോ നടത്താനുള്ള അനുവാദം ഞങ്ങളിൽ നിന്ന് കിട്ടില്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയെ മുഴുവൻ ഭയപ്പെടേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അങ്ങനെ ആക്കി തീർത്തു. അവർ സ്വയം അങ്ങനെ ആക്കി തീർത്തു. പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം, ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധാരണ, അവരുടെ കുട്ടികളെ പറഞ്ഞു പിടിപ്പിച്ച് വളർത്തിയിട്ടുള്ളത് ഉത്തരേന്ത്യ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും നാട്, ദക്ഷിണേന്ത്യ കൊരങ്ങന്മാരുടെ നാട്. ഒരു കാലഘട്ടത്തിൽ ബോംബെയിലും മറ്റും ദക്ഷിണേന്ത്യൻ ജനതയ്ക്ക് അവിടെ എന്തെങ്കിലും ജോലി ചെയ്തോ ചായക്കട നടത്തിയോ ഏതെങ്കിലും രീതിയിൽ ജീവിക്കണമെങ്കിൽ ഗുണ്ടായിസം പോലും നടത്തേണ്ടത് ഗതികേട് വന്ന്. അങ്ങനെയാണ് വരദരാജ മുതലിയാരെ പോലുള്ള ആളുകൾ, ചോട്ട രാജൻ, മേജർ രാജൻ, മൈനർ രാജൻ, അങ്ങനെയുള്ള ഒരുപാട് ഡോൺസ് ഒക്കെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. അവരുടെ കയ്യൊക്കെ അത്യന്താപേക്ഷിതമായിരുന്നു മലയാളികളടക്കമുള്ള മദ്രാസികൾക്ക് അവിടെ ജീവിച്ചു പോരാൻ. കാരണം ഒരു ദക്ഷിണേന്ത്യ മദ്രാസി വിരോധ പ്രോഗ്രാം പലപ്പോഴും അവിടെ ബാൽ താക്കറയുടെ നേതൃത്വത്തിൽ ശിവസേനയും മറ്റും നടത്തിയിട്ടുണ്ട്. ഇന്നും ആ ഒരു വേർതിരിവ്, ഓ മദ്രാസിയെ ശൂദ്രേഖാനായി മദ്രാസിയെ എന്ന് പറയുന്നൊരു സംവിധാനം കൃത്യമായിട്ടൊരു വര വരച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ
അവരുടെ ചിന്താരീതികൾ, നിലപാടുകൾ, ആഹാര രീതികൾ, വസ്ത്രധാരണ രീതികൾ, ഭാഷാ രീതികളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് കടുത്ത വിഭിന്നത ഉൾക്കൊള്ളുന്നവയാണ്. രാഷ്ട്രീയ ചിന്താ പദ്ധതികളും ഇപ്പോൾ അതുപോലെ തന്നെയായി മാറിയിട്ടുണ്ട്. 1965 ശേഷം മദ്രാസിനകത്ത് കോൺഗ്രസിന് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. ദ്രവീഡിയൻ കക്ഷികൾ അവിടെ ഭരിക്കുന്നത്, അവർക്ക് ഭരണത്തിൽ കയറാൻ കഴിയൂ എന്നായിട്ടുണ്ട്. അവിടെയാണ് കുത്തിക്കയറാൻ നോക്കുന്നത്, വർഗീയത പറഞ്ഞ് കുത്തിക്കയറാൻ നോക്കുന്നത്. കേരളത്തിലും ഇടതും വലതും, ഇടതിൻ്റെ ഭരണം വളരെ നല്ല ഭരണമാണ്, വലതിൻ്റെ ഭരണം അതിനേക്കാൾ നല്ല ഭരണമാണ് എന്നൊന്നും പറയാൻ ഇവിടെ ആരും തയ്യാറില്ല. എല്ലാവർക്കും എല്ലാവരും അവരവരുടേതായിട്ടുള്ള നീക്കുപോക്കുകൾ, സൂത്രപ്പണികൾ, കുംഭകോണങ്ങൾ, അടിച്ചുമാറ്റങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് മതസ്പർദ്ധ പടർത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ നേതാക്കന്മാർ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. രഹസ്യമായിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ട് കളിക്കും. പക്ഷെ പരസ്യമായിട്ട് മതവർഗീയതയുടെ കൊടിയും പിടിച്ച് നടക്കുന്ന ഒരു നേതാവ് കേരളത്തിലില്ല. ഇപ്പോഴുണ്ട് BJPയുടെ നേതാക്കന്മാർ. തമിഴ്നാട്ടിലും തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ തുരുതുരുതുരുന്നതിനെയാണ് വരുന്നത് പ്രധാനമന്ത്രി. കഴിഞ്ഞ വരവിലും കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്, അങ്ങനെയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ അവിടെ ചെന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ തോൽപ്പിച്ചോടിക്കും ഇവിടുത്തെ നാട്ടുകാർ എന്ന്. ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK, പെരിയോറുണ്ടാക്കിയ പാർട്ടി, അല്ലെങ്കിൽ പെരിയോറുടെ മറ്റേ പാരമ്പര്യം പേരുന്ന പാർട്ടി. EV രാമസ്വാമി നാക്കർ പെരിയോർ, തന്തൈ പെരിയാർ, അതിനുശേഷം വന്ന അണ്ണാദുരൈ, അതിനുശേഷം വന്ന MGR, കരുണാനിധി, ഇപ്പോഴുള്ള ആളുകൾ, ഇവരൊക്കെ ഏത് രീതിയിൽ AIADMK എന്നുള്ള പേരാണെങ്കിലും, DMK എന്നുള്ള പേരാണെങ്കിലും, പട്ടാളി മക്കൾ എന്നുള്ള പേരാണെങ്കിലും, തമിഴ്നാട് മയ്യം എന്നുള്ള പേരാണെങ്കിലും, വെട്രിക്കലകം എന്നുള്ള പേരിലാണെങ്കിലും, അവരുടെ ആ പൂക്കളുടെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ചരട് കാണാം. ആ ചരടാണ് ദ്രവീഡിയൻ കൾട്ട്, ദ്രവീഡിയൻ കൾച്ചർ. അതിനെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റാലിനെതിരെ സംസാരിച്ചോളൂ. സ്റ്റാലിൻ കള്ളനാണ്, സ്റ്റാലിനെ ഞങ്ങൾ ജയിലിലടയ്ക്കും, സ്റ്റാലിൻ്റെ മകനെ ഞങ്ങൾ തൂക്കിലിടും, ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ദ്രാവിഡ മുന്നേറ്റത്തെ കടക്ക് ഞങ്ങൾ ഇല്ലാതാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മക്കൾ അത് പൊറുക്കൂല, സഹിക്കൂല. അതേ കൾട്ട് നമ്മളറിയാതെ കേരളീയർ പേറുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ അതുണ്ട്. സംസ്കൃതം ഇടകലർന്ന് മണിപ്രവാളമായി, ആ മണിപ്രവാളത്തിൽ നിന്ന് എഴുത്തച്ഛൻ ഇന്നത്തെ മലയാളം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇന്നും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ത്? തമിഴ്. മലനാട്ടു തമിഴായിരുന്നു നമ്മളുടെ ഭാഷ. ആ സംസ്കൃതി നമ്മളിലിവിടെ കിടക്കുന്നുണ്ട്. ഉത്സവങ്ങളാകട്ടെ, പൂരങ്ങളാകട്ടെ, അമ്പലങ്ങളിലുള്ള പരിപാടികളാകട്ടെ, എല്ലാത്തിനും ആ സംസ്കൃതിയുണ്ട്. നമ്മളറിയാതെ നമ്മളും ദ്രവീഡിയൻ കൾച്ചർ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതിനെ ആകെ മൊത്തം ടോട്ടലായിട്ടുണ്ട് ഇളക്കി മറിച്ച് നിങ്ങളുടെ ഉത്തരേന്ത്യൻ ആര്യൻ സംസ്കൃതി കൊണ്ട് ആ അണ്ണാക്കിൽ തിരികാന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റിപ്പോയി മോഡിജി, തെറ്റിപ്പോയി. BJPക്ക് അതിന് കഴിയില്ല. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധി ആ സ്വഭാവം ഉൾക്കൊണ്ടിരുന്നു. അവരിവിടെ വരുന്ന സമയത്ത് സാരിയും അതും കസവ് സാരി അല്ല, എന്തായാലും പറയുക, സെറ്റ് സാരി ഉടുത്തിട്ട് അവിടെ വന്നിരുന്നത്. അവർക്കറിയാം കേരളത്തിൽ വരേണ്ടത് ഉത്തരേന്ത്യൻ സംസ്കൃതിയായിട്ടല്ല. അതെങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇന്നലെ ഉണ്ടായതല്ല ഈ ദ്രവീഡിയൻ കൾട്ട്. ഇന്ത്യയിലൊരു സംസ്കൃതി ഉണ്ടാകുന്ന ഇന്നത്തെ സംസ്കൃതി, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃതിയാണ് ദ്രവീഡിയൻ കൾട്ട്. പറയുന്ന സമയത്ത് പെട്ടെന്ന് പലർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് ദ്രമിള ഭാഷ. ഈ ലോകം മുഴുവൻ ഒന്നായിട്ട് കിടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആഫ്രിക്കയും ഇന്ത്യയും യോജിച്ചാണ് കിടന്നിരുന്നത്. അത് വേർപെട്ടു പോയി. ആഫ്രിക്ക വേറെ, ഇന്ത്യ വേറെ. ഇന്ത്യ മേലോട്ട് തള്ളി അവിടെ ചെന്ന് ഇടിച്ച് ഹിമാലയം ഉണ്ടായി എന്നൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ഒന്നായിട്ട് കിടന്നിരുന്ന് അകന്നു പോയിട്ടും ഈ ആഫ്രിക്കയിലുള്ള ആളുകൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. വാട്ടർ എന്നുള്ളതിന് ഇവിടെ പനി എന്ന് പറയുമ്പോൾ അവിടെയും അതേ ഭാഷ ഫെനി എന്നോ മറ്റോ അവിടെ പറയുന്നത്.
എല്ലിന് അവിടെ എളു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഭാഷാ സാദൃശ്യങ്ങളുണ്ട്. അത്രയും പഴക്കം ചെന്നതാണ് ദ്രമിഡ ഭാഷ. അസാമാന്യമായ സംഘകാല കൃതികൾ, അതുപോലെ തന്നെ ആചാര്യ പരമ്പരകൾ, ഇതെല്ലാം വേണ്ടത്രയുള്ള തമിഴ്നാടിനെ ഇളക്കി മറച്ച് മാറ്റി അവിടേക്ക് നിങ്ങളുടെ സാമാനം കൊണ്ട് കുത്തിക്കയറ്റാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി ബോഡിജി, തെറ്റിപ്പോയി. നിങ്ങൾക്കതിന് കഴിയില്ല. ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ നടത്തുന്ന പ്രചാരണം അത് അവിടെ യേശു, ഹിന്ദുത്വവാദ സംബന്ധിയായിട്ടുള്ള പ്രചാരണം, ഇസ്ലാമോഫോബിയ ഇടകലർത്തിയിട്ട് നമ്മൾ ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് കുറച്ച് ചട്നി കൂടെ കൂട്ടുമല്ലോ. എൻ്റെ ഹിന്ദുത്വവാദം പറയുന്നു, കൂട്ടത്തിൽ ഇസ്ലാമോഫോബിയ ഒപ്പി കഴിക്കാൻ. പുട്ടിന് പേരിടുന്ന പോലെ ഇസ്ലാമോഫോബിയ ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾ വന്ന ഇസ്ലാമിനെ ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റും, അല്ലെങ്കിൽ ബംഗറിലേക്ക് അയക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് അയക്കും. ഇത് നമ്മുടെ രാജ്യമാണ് എന്ന് ഉത്തരേന്ത്യയിൽ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും വിജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാണ് തിരിച്ചു കിട്ടുക എന്നറിയില്ല. ആ ഒരു രീതി രാജനൈതിക പ്രസ്ഥാനത്തിന് മേലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സർക്കസ്, വിന്ധ്യൻ ശതപുര പർവ്വതങ്ങളുണ്ടല്ലോ, വിന്ധ്യാശതപുര പർവ്വതത്തിന് ഇപ്പുറത്ത് വെച്ച് കീച്ചല്ലേ മോഡിജി, നടക്കൂല. നിങ്ങൾ വിഡ്ഢിയാകും. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, ഇങ്ങനെ വല്ലാതെ വിഡ്ഢിയാകുന്ന കാണുമ്പോൾ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറയുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് ലഭിച്ച 52 സീറ്റിൽ 26 ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ചേർന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP വിരുദ്ധ പാർട്ടികൾ ലഭിച്ചത് 71 സീറ്റാണ്. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഈ സീറ്റുകൾ നിലനിർത്തുന്നതല്ല BJPയെ ഭയപ്പെടുത്തുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഇത്തവണ ദക്ഷിണേന്ത്യ തൂത്തുവാരുമെന്ന അഭ്യൂഹങ്ങൾ. കേരളത്തിലെ സ്ഥിതി എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ സ്ഥിതി എന്താ? LDF ജയിക്കും? ഇല്ല. UDF ജയിക്കും? ഇല്ല. പകുതി സീറ്റ് UDFനും പകുതി സീറ്റ് LDFനും കിട്ടും. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ അവിടെ BJP സീറ്റ് കിട്ടുന്നു? 2ാം സ്ഥാനത്തെത്തും, ആയിക്കോട്ടെ. ചിലർ പറഞ്ഞ എല്ലാത്തിനും കെട്ടിവെച്ചാൽ പണം പോവും, അതും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ജയിക്കാൻ പോകുന്നത് LDF ജയിക്കാത്തോടത്ത് UDF ജയിക്കാത്തോടത്ത് LDF. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനിൽ ഇവർ ഒരുമിച്ച സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. UDFും LDFും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും UDFും LDFും ഉത്തരേന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ചേട്ടനാനിയിൽ ഒരുമിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? അവിടെ ചെന്ന ഒരേ സ്റ്റേഷനിൽ അവർ ഇറങ്ങുക, ഒരേ വീട്ടിൽ സഹോദരന്മാരായിട്ടാണ് താമസിക്കാൻ പോണത്. ആ വീടിന്റെ പേരാണ് INDIA, ഇന്ത്യ മുന്നണി. അപ്പോൾ കേരളത്തിന്റെ കാര്യം പോച്ച്. കേരളത്തിന്റെ 10 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ 400 സീറ്റിന് കണക്ക് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ 10 സീറ്റ് അത് കുമ്പിളായി. 20 സീറ്റും ഇന്ത്യ മുന്നണി കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ്, DMK, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാം അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, ഇവരെല്ലാം ചേർന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എനിക്ക് പരിപൂർണമായിട്ട് അറിയില്ലെങ്കിലും അപ്പുറത്തുപുറത്തുള്ള ആൾക്കാർ ചോദിച്ചതിനുപടി അവർ പറയുകയാണ് ഇത്തവണ DMK തന്നെ തൂത്തുവാരി. ഇതുപോലെ തന്നെ മറ്റു കുറെ ഇതിനകത്ത് ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. കഴിഞ്ഞ തവണ തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിന് പുറത്തായിരുന്നു. ഇവിടങ്ങളിൽ പാർട്ടി കാര്യമായിട്ട് നേട്ടമുണ്ടായിരുന്നില്ല. ഇക്കുറിയിലത്തെ ചിത്രം എന്താ? കർണാടകത്തിൽ ആരാ ഭരിക്കുന്നത്? തെലങ്കാനയിൽ. കർണാടകത്തിൽ BJPയിൽ, തെലങ്കാനയിൽ BRSൽ നിന്നും കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. പഴയ കണക്കൂട്ടൽ ഇനി പറ്റില്ല എന്നർത്ഥം. കർണാടകത്തിൽ BJP ആയിരുന്നു, അത് കോൺഗ്രസിന്റെ കയ്യിലായി. തെലങ്കാനയിൽ BRS ആയിരുന്നു, അത് കോൺഗ്രസിന്റെ കയ്യിലായി. കഴിഞ്ഞ തവണ കർണാടകത്തിൽ ആകെ 28 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാനായത് ഒരെണ്ണത്തിൽ മാത്രം.
BJP 26 സീറ്റ് ആലോചിച്ച് നോക്കണം, സ്വതന്ത്രനോടൊപ്പം ഉൾപ്പെടെ സീറ്റുകൾ സ്വന്തമാക്കി എന്നുള്ള മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടാക്കിയത്. ഇക്കുറി അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസ് സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്തി നില മെച്ചപ്പെടുത്തും എന്നുള്ളതിന് വല്ല സംസ്ഥാനം ഇതുണ്ടോ? 26 സീറ്റിന് BJP കിട്ടും തോന്നുന്നുണ്ടോ? പക്ഷെ ഈ കണക്കൂട്ടൽ, ആ പഴയ കണക്കുകൾ എൻ്റെ ഉപ്പുപ്പിക്ക് ഒരു ആനയുണ്ടായിരുന്നുള്ള കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് 400 സീറ്റ്, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. തെലങ്കാനയിൽ ആകെയുള്ള 17 സീറ്റ് കോൺഗ്രസ് 3 ഇടത്താണ് അന്ന് വിജയിച്ചത്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന BRS 9 സീറ്റുകൾ നേടിയപ്പോൾ കേന്ദ്രഭരണം കൈയാളിയ BJP 1 സീറ്റ് നേടിയത് അവിടുത്തെ വലിയൊരു പ്രകടനമായിരുന്നു. അസറുദ്ദീൻ ഒവൈസിയുടെ AIMIM 1 സീറ്റും നേടി. ഇക്കുറി കോൺഗ്രസ് അധികാരത്തിലെത്തി. അതോടുകൂടി BJPയുടെ കാര്യമുള്ള 1 സീറ്റ് അതും പോയി കിട്ടും. അപ്പം അതും പോയി. പിന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് എന്ത് നക്കാനാണ്? ഈ 400 സീറ്റ് നിങ്ങൾക്ക് കൂട്ടിയോജിപ്പിണെങ്കിൽ ദക്ഷിണേന്ത്യ വേണ്ട എന്നാണോ? ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമായിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തമിഴ്നാട്ടിൽ 38 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയത് ആനമുട്ട. 38 സീറ്റിൽ 37 സീറ്റും UPAക്ക് ലഭിച്ചു. DMK 23, കോൺഗ്രസ് 8, CPM 2, CPI 2, മുസ്ലിം ലീഗ് 1, VCK 1. BJP വിരുദ്ധ സഖ്യം നേടിയപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ AAADMK ശേഷിക്കുന്ന 1 സീറ്റ് വിജയിച്ചു. AAADMK ആണെങ്കിലും അവരും ദ്രാവിഡ കക്ഷിയാണ്. അവരുടെ ഉള്ളിൽ ഓടുന്നും ദ്രാവിഡ തമിഴിൻ്റെ ചോരയാണ്. എന്നുടൽ തമിഴുക്ക്, എന്നുടൽ തമിഴ് മണ്ണുക്ക്, എന്നുയിര് തമിഴിന്, തമിഴ് ലാംഗ്വേജിന് എന്ന് പറയുന്ന ആൾക്കാർ അവരേത് പേരിൽ AIDMK ആണെങ്കിലും DMK ആണെങ്കിലും BJPക്കാരുമായിട്ട് വലിയ സംബന്ധമൊന്നും അവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കണ്ട. ഏതായാലും ഇത്തവണ അക്കൗണ്ട് തുറക്കും. ഈ അക്കൗണ്ട് തുറക്കുന്ന അതിൻ്റെ അർത്ഥം ജയിക്കില്ല എന്ന അക്കൗണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വട്ടപൂജ്യമായ സംസ്ഥാനത്ത് ഇത്തവണ അക്കൗണ്ട് തുറക്കുന്നതിനോടൊപ്പം വൻ മുന്നേറ്റം. ഇവിടെ 10 സീറ്റ്, അവിടെ 20 സീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മുൻനിർത്തിയിട്ടാണ് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP അക്കൗണ്ട് തുറക്കാനായിട്ടില്ല. തുടർച്ചയായിട്ട് ലഭിക്കുന്ന വോട്ട് വർധനവ് ചിലപ്പോൾ കൂടുന്നുണ്ട് എന്നുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ സംസ്ഥാനത്ത് UDFും LDFും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. ആര് ജയിച്ചാലും ദേശീയ തലത്തിൽ ഡൽഹിക്ക് വണ്ടി കയറുമ്പോൾ അപ്പന ഒരേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഉറങ്ങി അങ്ങനെ അവിടെ നിന്ന് പോകാൻ പോകുന്നു 20 പേരും. BJP വിരുദ്ധ ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്കാണ് UDFിൻ്റെ സീറ്റും LDF സീറ്റും പോവുക, 20 സീറ്റും. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയും BJPയും ഭയക്കുന്നത് ദക്ഷിണേന്ത്യയെയാണ്. അവർ ഭയക്കണം. ഉത്തരേന്ത്യക്കാരുടെ അഹങ്കാരം അത് തീർത്തു കൊടുത്തിട്ടുണ്ട്. അന്ന് ഗുണ്ടാ സംഘങ്ങളെ തീർത്തു കൊടുത്തിട്ടുള്ളത്. ഹാജി മസ്താൻ ദക്ഷിണേന്ത്യക്കാരനാ, ചോട്ടാരാജൻ ദക്ഷിണേന്ത്യക്കാരനാ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഭരതരാജ മുതലിയാർ, അവരൊക്കെ അവിടെ വിറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി വിറപ്പിക്കാൻ പോകുന്നത് വളരെ മാന്യമായിട്ട്, വളരെ മര്യാദയോട് കൂടിയിട്ട് രാജനീതി പ്രസ്ഥാനത്തിൻ്റെ ഊറ്റത്തിൻ്റെ മേലെയാണ് ഭയപ്പെടുത്താൻ പോകുന്നത്. എന്നപ്പോൾ നരേന്ദ്രമോദിക്ക് രണ്ടാമതും അധികാരത്തിൽ കയറണമെങ്കിൽ അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് ദക്ഷിണേന്ത്യ വേണ്ട. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലത്തെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്, നിലപാട് അവരെ കിടിലം കൊള്ളിക്കുകയാണ്, നെഞ്ചുകിടന്ന് പിടയ്ക്കുകയാണ് അവർക്ക്. ദക്ഷിണേന്ത്യയിൽ നിന്ന് വിന്ധ്യാചലവരയിൽ ഇവിടെ തെക്ക് ഭാഗത്തു നിന്ന് 1 സീറ്റ് പോലും BJPക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് 100ന് മുകളിൽ സീറ്റുകൾ നേടുന്നുള്ള വിലയിരുത്തലുകളാണ് വന്നിട്ടുള്ളത്. വടക്ക് കിഴക്കൻ മേഖല, മണിപ്പൂര് കലാപത്തിൻ്റെയും പൗരത്വ നിയമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ BJPക്ക് കൊടുക്കാൻ പോകുന്ന തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആനമുട്ട. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും തിരിച്ചടി നേരിട്ടാൽ ബംഗാളിൽ ഇത്തവണ ഈ ഒരു നിമിഷത്തിൽ പറയാൻ പാടില്ലെങ്കിൽ പോലും മമതാ ബാനർജി പരിക്ക് പറ്റി കിടക്കുകയാണ്. നെറ്റിയിൽ വലിയ മുറിവുണ്ടായിട്ടുള്ളത്.
പരിക്ക് വളരെ ഗുരുതരമായിരുന്നു, ഗുരുതമമായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിയാൻ കഴിഞ്ഞതുകൊണ്ട് മമതാ ബാനർജിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അത് വേറെ കാര്യം. രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പല്ലേ എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ മാനവികതയുണ്ട്, മനുഷ്യന്റെ കൊച്ചു കൊച്ചു മനുഷ്യന്റെ ഉള്ളിലെ വികാരമുണ്ട്. അത് വെച്ച് വലിയൊരു മാറ്റം, വോട്ടിംഗ് ശതമാനത്തിന് മാറ്റം, സിമ്പതി വോട്ട് തന്നെ ആയതുകൊണ്ട് ഇനി ബംഗാളിലേക്ക് നോക്കണ്ട. കർഷകന്മാർക്ക് പ്രാധാന്യമുള്ള ഹരിയാന, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലേക്കും നോക്കണ്ട. ഇത്തവണ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ BJP മുന്നണിക്ക് കിട്ടാൻ പോകുന്ന, NDAക്ക് കിട്ടാൻ പോകുന്നത് 200 പ്ലസ് ഒന്നും കൂട്ടണ്ട കേട്ടോ. ഓൺലി 200, ഓൺലി 200 മാത്രം, അതിന് മേലെ കിട്ടില്ല. മോഡി ചലോ ഉത്തരകാശിയിൽ ഗുഹയുണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ, അവിടെ ഗംഗോത്രിയിൽ, അവിടേക്ക് പോകാം. ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ. തയ്യാറായിക്കോളൂ മോഡിജി, തയ്യാറായിക്കോളൂ.